Hello everyone. Today we are going to discuss important questions from the topic multiplication that come for LSS exam. Multiplication, that is repeated addition. ഒരു നമ്പറിനെ വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്നതിനാണ് റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയുന്നത്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഞാനിവിടെ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതിൽ നിന്നും LSSന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാം എന്നാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ 4ൻ്റെ ടേബിളിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ടേബിൾ നോക്കിയാണ് 4 × 1, 4 × 2, 4 × 3, 4 × 4, 4 × 5 ഈ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന നമ്പറാണ് 4 എന്നത്, അല്ലേ? അപ്പോൾ ഇത് 4ൻ്റെ ടേബിളാണ്, അതുകൊണ്ടാണ് 4 ആവർത്തിച്ച് വരുന്നത്. 4 × 1 എന്ന് പറഞ്ഞാൽ 4 ഒരു തവണ, അതാണ് 4. 4 × 2 എന്ന് പറഞ്ഞാൽ 4 രണ്ട് തവണ, ദറ്റ് ഈസ് 4 + 4. രണ്ട് തവണ 4 വന്നാൽ എന്തായിരിക്കും ആൻസർ? ദറ്റ് ഈസ് 8. 4 × 3, ദറ്റ് ഈസ് 3 തവണ 4. 3 തവണ 4 വന്നാൽ എന്തായിരിക്കും ആൻസർ? അതുതന്നെയാണ് നമ്മളിവിടെ ഓൾറെഡി ഈ ഒരു 8 എങ്ങനെ കിട്ടിയത്? 2 തവണ 4 ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു തവണ കൂടി 4 ആഡ് ചെയ്യുമ്പോൾ 3 തവണ ആയല്ലോ. ദാറ്റ് ഈസ് ഈ ആൻസറിൻ്റെ കൂടെ ഒരു 4ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 12 കിട്ടും. അതാണ് 4 × 3ൻ്റെ ആൻസർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 4 ആണ്. ആ 4ൻ്റെ കൂടെ ഒരു 4ഉം കൂടി ആഡ് ചെയ്തു. എന്തുകൊണ്ട്? കാരണം ഇത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അതുകൊണ്ട് ഓരോ ആൻസറിൻ്റെ കൂടെയും 4 ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ 1ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 4 ആൻസർ കിട്ടി. ദെൻ 2ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 8 ആൻസർ കിട്ടി. ഇനി 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 3 ആണ്. ആ 3 നെക്സ്റ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ 8ൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പോഴാണ് 12 കിട്ടുക. ഇനി 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 4 ആണ്. അപ്പോൾ 4 × 4 എന്ന് പറഞ്ഞാൽ 4 തവണ 4 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ 12. ആ 12ൻ്റെ കൂടെ 4 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 × 4ൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ 12 + 4 എന്ന് പറയുന്നത് 16 ആണ്. ഇനി 4 × 5 ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്താം? ഇപ്പോൾ കിട്ടിയ നമ്പർ 16 ആണല്ലോ. ആ 16ൻ്റെ കൂടെ ഒരു 4ഉം കൂടി ആഡ് ചെയ്താൽ മതി. 16ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഇനി ഈ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾ 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 6 ആണ്, തൊട്ടടുത്ത നമ്പർ, അല്ലേ? അപ്പോൾ തൊട്ടടുത്ത നമ്പർ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം 4 × 10 എന്നത് 40 ആണ്. അപ്പോൾ ഈ ഒരു ആൻസറിൽ നിന്നും 40യിൽ നിന്നും നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ 4 × 9, 4 × 8, 4 × 7, 4 × 6 ഇതിൻ്റെ ആൻസർ കണ്ടെത്താം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 1 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 2, അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 3, ഇങ്ങനെ മുന്നോട്ട് നമ്പർ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 4 ആഡ് ചെയ്തു. ഇനി 4 × 10 40. ഇനി 10ൻ്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ 9 ആണ്. അപ്പോൾ 9 × 4ൻ്റെ ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 40യിൽ നിന്നും 4 മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഓരോ നമ്പറിൻ്റെ കൂടെ 4 ആഡ് ചെയ്തു, അല്ലേ? അത് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 40ൻ്റെ കൂടെ 40യിൽ നിന്നും 4 മൈനസ് ചെയ്യാം. അപ്പോൾ എത്രയായിരിക്കും 4 മൈനസ് ചെയ്താൽ? 36. ഇനി 4 × 8ൻ്റെ ആൻസർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 36ൽ നിന്നും ഒരു 4ഉം കൂടി മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 32 കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ 4 × 10ൽ നിന്നും നമുക്ക് പുറകിലുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ ആൻസർ കണ്ടെത്താം. അതല്ല, ഇനി നമുക്ക് 4 × 5 20 ആണെന്നറിയാം. അപ്പോൾ 4 × 6 എങ്ങനെ കണ്ടെത്താം? ഏറ്റവും എളുപ്പം ഈ 20യുടെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ
നമുക്ക് 4 ഇൻറ്റു 6ൻ്റെ ആൻസർ കിട്ടും. ദറ്റ് ഈസ് 24. ഇനി നേരെ വേറെ മെത്തേഡ് എന്താണ്? 4 ഇൻറ്റു 7 കിട്ടണം അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ 24ൽ നിന്നും 24ൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ നമുക്ക് 28 കിട്ടും. അതല്ലെങ്കിൽ 4 ഇൻറ്റു 8 32 ആണ്. ഈ 32ൽ നിന്നും ഒരു 4 മൈനസ് ചെയ്താലും നമുക്ക് ഇവിടുത്തെ ആൻസർ 28 കിട്ടും. അപ്പോൾ 2 രീതിയിൽ ആൻസർ ചെയ്യാം. അപ്പോൾ അഡീഷനുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ അഡീഷനും പുറകിലോട്ട് പോകുമ്പോൾ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. അതുപോലെ 4 ഇൻറ്റു 10 40 ആണല്ലോ. അപ്പോൾ 4 ഇൻറ്റു 11 എത്രയാണ്? 44 അല്ലേ? 40യുടെ കൂടെ ഒരു 4ഉം കൂടി ആഡ് ചെയ്തു. 10 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 11 ആണ്. എന്ന് വെച്ചാൽ 11 തവണ നമ്മൾ 4 ആഡ് ചെയ്യുന്നു. 44. ഇനി 4 ഇൻറ്റു 12 ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഇവിടെ 4 ഇൻറ്റു 11ൻ്റെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 4 ഇൻറ്റു 13ൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഇൻറ്റു 12ൻ്റെ ആൻസർ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? ഒന്നാമത്തെ മെത്തേഡ് 4 ഇൻറ്റു 11 ദറ്റ് ഈസ് 44ൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്യാം. അപ്പോൾ 48 കിട്ടും. അതാണ് ആൻസർ. ഇനി അതല്ലെങ്കിൽ അടുത്ത മെത്തേഡ് 4 ഇൻറ്റു 13 52. അപ്പോൾ 52ൽ നിന്നും ഒരു 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. മൈനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 13ൻ്റെ തൊട്ട് പിന്നിലുള്ള നമ്പറാണ് 12. പിന്നോട്ട് പോകുമ്പോൾ മൈനസും മുന്നോട്ട് പോകുമ്പോൾ 11 കഴിഞ്ഞ് 12 ആവുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പ്ലസ്സും ചെയ്യണം. ഇതുപോലെ വേറെ ഏത് ടേബിൾ വന്നാലും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. LSSന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞല്ലോ, അത് വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 4 ഇൻറ്റു 13 52 ആണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് 4 ഇൻറ്റു 12 12 ഇൻറ്റു 4 വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇൻ ഓൺലി വൺ സ്റ്റെപ്പ്? ക്വസ്റ്റ്യനിൽ 4 ഇൻറ്റു 13 52 തന്നു കഴിഞ്ഞു. ഹൗ ക്യാൻ യു ഫൈൻഡ് എന്ന് ചോദിച്ചത് എങ്ങനെ കണ്ടെത്താം? 12 ഇൻറ്റു 4. ഈ 12 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 12 തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിലും അതുപോലെ 4 ഇൻറ്റു 13 ഇതിനും കോമൺ ആയിട്ട് വന്ന നമ്പർ 4 ആണ് അല്ലേ? അപ്പോൾ ഇത് 4ൻ്റെ ടേബിളിനെ ബേസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 13 52 ആണ്. നമ്മൾ കണ്ടെത്തേണ്ടത് 4 ഇൻറ്റു 12ൻ്റെ ആൻസറാണ് അല്ലേ? പക്ഷേ കണ്ടെത്താൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ശരിയായ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ എങ്ങനെ കണ്ടെത്താം? ആൻഡ് ഇൻ ഓൺലി വൺ സ്റ്റെപ്പ്, ഒരൊറ്റ സ്റ്റെപ്പിലായിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ 13 ആണല്ലോ, 13ൻ്റെ തൊട്ട് പിറകെയുള്ള നമ്പറാണ് 12 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ മതി. 13ൻ്റെ ആൻസർ ഇതാണ്. 4 13ൻ്റെ ആൻസർ 52 ആണ്. ആ 52ൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 ഇൻറ്റു 4ൻ്റെ ആൻസർ 48 കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. 52 മൈനസ് 4 ഈസ് ഈക്വൽ ടു 48. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. അതാണ് ഈ ഓൺലി വൺ സ്റ്റെപ്പ്. ഇത് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷനും അല്ല, സബ്ട്രാക്ഷനാണ്. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഈ ഇതുപോലെ നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ ആണ്. 11 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 44. ഹൗ ക്യാൻ യു ഫൈൻഡ് 12 ഇൻറ്റു 4 വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇൻ ഓൺലി വൺ സ്റ്റെപ്പ്? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നത് 4 ഇൻറ്റു 13 ആണ്. എന്നിട്ട് 4 ഇൻറ്റു 12ൻ്റെ ആൻസർ കണ്ടെത്താൻ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 11 ഇൻറ്റു 4 തന്നു. ഈ തൊട്ട് മുന്നിലുള്ള 12 ഇൻറ്റു 4ൻ്റെ ആൻസർ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ 11 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പറാണ് 12 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയും ശരിയായ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്നാണ്. സോ 44ൻ്റെ കൂടെ ഈ ആൻസറിൻ്റെ കൂടെ ഒരു 4 ആഡ് ചെയ്താൽ 48 കിട്ടും. കാരണം നമ്മൾ 4ൻ്റെ ടേബിളാണിത്. ഈ രണ്ട് ക്വസ്റ്റ്യനിലും കോമണായി വന്ന നമ്പർ 4 ആണ്. അതുകൊണ്ടാണ് 4ൻ്റെ ടേബിളാണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതും 4 ആണ്, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേണ്ടത് 4 ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ നമ്മളിവിടെ എത്രയാണ് ആഡ് ചെയ്തത്? 4 അല്ലേ ആഡ് ചെയ്തത്. അതുപോലെ ഇവിടെ എത്ര മൈനസ് ചെയ്തത്? 4 മൈനസ് ചെയ്തു. അത്
ആ ഒരു ക്വസ്റ്റ്യന് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഹൗ മച്ച് ലെസ് ഈസ് 9 into 4 than 40? ഹൗ മച്ച് ലെസ് എത്ര കുറവാണ് 9 into 4 than 40? 9 into 4 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. എത്രയാ? 36 അല്ലേ? than 40, 40യേക്കാളും എത്ര കുറവാണ് 36? 14 36 മൈനസ് എത്ര കിട്ടുന്നത്? 4 അല്ലേ? പിന്നെ ഇതെങ്ങനെ ഇവിടെ 40 മാത്രമേ ഉള്ളൂ, ഇവിടെ 9 into 4 ഉണ്ട്. അപ്പോൾ ഇവിടെ 40 എങ്ങനെ വന്നു? നമുക്ക് 4ൻ്റെ ടേബിളിൽ 4 into 10 ആണ് 40 വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്ന മോഡൽ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു നമ്പർ ഒമിറ്റ് ചെയ്ത ഒരു ആൻസറാണ് തന്നിട്ടുള്ളത്. 9 into 4 അതിൻ്റെ കൂടെ അല്ല അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ആ ആൻസർ കിട്ടാൻ വേണ്ടി 40യിൽ നിന്നും 4 മൈനസ് ചെയ്യണം. ഇവിടെ 4 into 10 ആണ് 40, 9 into 4 രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ 4 ആണ്. അതുകൊണ്ട് ഡിഫറൻസ് 4 ആയിരിക്കും. ഇവിടെ ലെസ് ചോദിച്ച പോലെ മോറും ചോദിക്കാം. ഹൗ മച്ച് മോർ ഈസ് ചോദിക്കാം. അപ്പോൾ മോർ ചോദിക്കുകയാണെങ്കിൽ 4 തന്നെയാണ് ആൻസർ വരിക. കാരണം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലും മൈനസ് ചെയ്യുകയാണെങ്കിലും 4 തന്നെയാണ് ചെയ്യുന്നത്. ഇത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയതുകൊണ്ടാണ് 4 വരുന്നത്. ഇതിന് പകരം വേറെ ഏതൊരു ടേബിൾ ആണെങ്കിലും ആ ടേബിളിനനുസരിച്ചാണ് നമ്പർ ആഡ് ചെയ്യാനോ അതോ മൈനസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഫൈൻഡ് 9 into 4 വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ? നമ്മളോട് 9 into 4ൻ്റെ ആൻസർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല, ശരിയായ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല. ഞാൻ ചെറിയ നമ്പർ കൊടുത്താണ്. ഇതിന് പകരം ചിലപ്പോൾ നമുക്കൊരു 9 into 30 അല്ലെങ്കിൽ വേറെ വലിയ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൂടാതെ എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് അറിയാം 9 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ ടേബിളിൽ വരുന്നത് 10 into 4 ആണ്, 40 ആണല്ലോ. നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം 40 ആണ്. ആ 40യിൽ നിന്നും ഒരു 4 മൈനസ് ചെയ്താൽ മതി. ദറ്റ് ഈസ് 4 into 10 ആണ് 40. ഇവിടെ 9 into 4 ആണ്, എന്ന് വെച്ചാൽ 10നേക്കാളും ചെറിയ നമ്പർ, 10ൻ്റെ തൊട്ട് പിന്നിലുള്ള നമ്പറാണ് 9. അപ്പോൾ പുറകിലോട്ട് പോകുമ്പോൾ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 40യിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വേണം ചോദിച്ചിട്ടുള്ളത്. ഹൗ വിൽ യു ഫൈൻഡ് 99 into 45 വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ? ഓക്കെ, അപ്പം ഇങ്ങനെ വലിയ നമ്പേഴ്സാണ് ചോദിക്കുക. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ടെൻഷൻ ആവേണ്ട. 99 into 45 നമ്മളെപ്പോഴും ഇവിടെ 10 ആയിട്ടോ അല്ലെങ്കിൽ 100ഓ 1000ഓ 10,000ഓ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, റൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 45നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 46 ആയാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 99 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ 100 ആണ്. അപ്പോൾ 100 into 45 നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് വേഗം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 100 into 45 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് 1 ഉണ്ടല്ലോ, ആ 1നെ നമ്മൾ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇറ്റ് ഈസ് 45. 1 into 45 is 45. 2 0 ഉണ്ട്. ഇത് 0 into 45 0. 2 0 ഉണ്ട്. ലാസ്റ്റിൽ 2 0 ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 4500 ആണ് ഇവിടെ ആൻസർ. 100 into 45 is 4500. അപ്പോൾ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ ഇതുണ്ടായിരിക്കണം. 99 into 45ൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 100 into 45 4500 ആണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വന്ന നമ്പർ ഏതാ? 45 അല്ലേ? അപ്പോൾ നമ്മൾ 45ന് ടേബിളാണ് എടുക്കുന്നത്. അപ്പോൾ 45 ടേബിൾ എന്താ ചെയ്യുക? നമ്മൾ ഓരോ നമ്പറിൻ്റെ കൂടെയും 45 ആണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 45 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 100 into 45 4500 ആണ്. 100ൻ്റെ തൊട്ട് പിന്നിലുള്ള നമ്പറാണ് 99. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 45 മൈനസ് ചെയ്യണം. ഈ 4500 നിന്നും 45 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് 99 into 45ൻ്റെ ആൻസർ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കൂടാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതാണ് സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 4 into 8 plus 4 into 2 is equal to ഡാഷ്. ഇവിടെ 4 into 8 അതുപോലെ 4 into 2. 4നെ അല്ലെങ്കിൽ 8 പ്രാവശ്യം ആഡ് ചെയ്യണം.
നോക്കിയേ, ഞാൻ അവിടെ കുറച്ച് 4 ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 8 പ്രാവശ്യം 4 ഉണ്ട്. അതിനുശേഷം ഒരു 2 പ്രാവശ്യം 4. ആദ്യം 8 പ്രാവശ്യം 4നെ കൗണ്ട് ചെയ്തു, പിന്നെ 2 പ്രാവശ്യം 4നെ കൗണ്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്യണം? 8 + 2 10 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 4ന് 8 പ്രാവശ്യം കൗണ്ട് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് 4ന് 2 പ്രാവശ്യം കൗണ്ട് ചെയ്താൽ വേറൊരു ആൻസർ കിട്ടും, 8 അല്ലേ? അപ്പോൾ ആ 2 ആൻസറും കൂടി കൂട്ടി നോക്കിയാൽ നമുക്ക് ഈ 4 × 10 അതിന് ആൻസർ കിട്ടുമല്ലോ. 4 × 8 എന്ന് വെച്ചാൽ 4 8 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിൻ്റെ കൂടെ 4 2 പ്രാവശ്യം ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തമ്മിൽ ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്താൽ ഈ 4 10 പ്രാവശ്യം ആഡ് ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുക? സെയിം ആൻസർ തന്നെ കിട്ടുന്നത്. ഇവിടെ 4 × 8, 4ന് 8 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 4ന് 2 പ്രാവശ്യം ആഡ് ചെയ്യണം. അതാണ് 4 × 8 + 4 × 2. ഇവിടെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഈ 4 × 8 എന്താണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ 4 8 പ്രാവശ്യം പ്ലസ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് രണ്ടിലും കോമൺ ആയിട്ട് വന്ന നമ്പർ ഏതാ? 4. ഇത് 4 ആണ് ആവർത്തിച്ച് ആഡ് ചെയ്യുന്നത്. 4 8 പ്രാവശ്യം ആഡ് ചെയ്യണം, 4 2 പ്രാവശ്യം ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യണം? 8ഉം 2ഉം മൊത്തം 10 പ്രാവശ്യം 4 ആഡ് ചെയ്യണം. സോ 4 × 10 ചെയ്താൽ മതി. 4 10 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 40 ആണ് ആൻസർ വരിക. അല്ലാതെ നമ്മൾ 4 × 8ൻ്റെ ആൻസർ എഴുതുക, അല്ലെങ്കിൽ 4 × 2ൻ്റെ ആൻസർ എഴുതി നമ്മൾ പ്ലസ് ചെയ്യുകയല്ല വേണ്ടത്. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 18 × 98 + 18 × 2 = 1800. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വന്ന നമ്പർ ഏതാ? 18 അല്ലേ? രണ്ടിലും 18. ആദ്യം 18 എന്ന നമ്പർ 98 തവണ നമ്മൾ കൗണ്ട് ചെയ്യണം. പിന്നീട് നമ്മൾ 18നെ 2 തവണ കൗണ്ട് ചെയ്തിട്ട് 2 കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് 1800 കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 16 × 998 + 16 × 2? അപ്പോൾ ഇത് നോക്കിയേ, 98ഉം 2ഉം ഇവിടെ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിനെ റൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ പ്ലസ് ചെയ്താൽ 98 + 2 എത്രയാണ്? 100 അല്ലേ? അപ്പോൾ 18 × 100 നമുക്ക് ഈസിയായി ചെയ്തുകൂടെ? അതുകൊണ്ടല്ലേ 1800 കിട്ടിയത്. അതുപോലെ ഇവിടെയും 16 × 998 + 16 × 2. കോമൺ നമ്പർ 16 ആണ്. അപ്പോൾ 16 ടേബിളാണിത്. ഇനി 998ഉം 2ഉം രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1000 കിട്ടും. അപ്പോൾ 1000 കൊണ്ട് 16 മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാതെ തന്നെ മൈൻഡിൽ നമുക്ക് ആൻസർ കണ്ടെത്താവുന്നേ ഉള്ളൂ. അപ്പോൾ 16 × 1000 ചെയ്താൽ മതി. ഇനി 16 × 1, 1000ൻ്റെ ഫസ്റ്റ് നമ്പർ 1 ആണ്. അപ്പോൾ 16 തന്നെയാണ് നമ്പർ വരിക. ഇനി 3 0 ഉണ്ട്. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0ന് ആൻസർ വരിക. ഇവിടെ 3 0 ഉണ്ട്. ആ 3 0 നമ്മൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് വരിക. അപ്പോൾ നമ്മൾ ആ 3 0 16 കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആൻസർ. അല്ലാതെ നമ്മൾ വേറെ സ്റ്റെപ്പൊന്നും എഴുതി മൾട്ടിപ്ലിക്കേഷൻ പോലെ താഴത്തോട്ട് വലിയ രീതിയിൽ എഴുതി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ ആൻസർ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഫൈൻഡ് 4 × 12, വാട്ട് ഷുഡ് ബി ആഡഡ് ടു 4 multiplied by 2? ഈ 4 multiplied by 2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ 4 × 2 തന്നെയാണ്. അപ്പോൾ ടു ഫൈൻഡ് നമുക്ക് കണ്ടെത്തണം. എന്താ കണ്ടെത്തേണ്ടത്? 4 × 12 കണ്ടെത്തണം. അതിന് കണ്ടെത്തുന്നതിന് വേണ്ടി വാട്ട് ഷുഡ് ബി ആഡഡ്, എന്താണ് ആഡ് ചെയ്യേണ്ടത്, എന്താണ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ചെയ്യേണ്ടത്? എന്തിൻ്റെ കൂടെ? 4 multiplied by 2. 4 × 2ൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? നോക്കിയേ, 4 ഇവിടെ 18 × 2 കണ്ടില്ലേ? അതുപോലെ 4 × 2ൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 12നെ സ്പ്ലിറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിന് 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമല്ലേ? അതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്
12നെ 10 + 2 എന്നാക്കണം. ഓക്കെ, 12നെ 10 + 2 എന്നാക്കി. എന്ന് വെച്ചാൽ 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ 4നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, 4 1 2 3 4 5 6 7 8 9 10 11 12. ഞാനിവിടെ 12 ടൈംസ് 4 എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുന്ന് ആഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഒന്നൊരു കൗണ്ട് ചെയ്യാണ്. 12 ആദ്യം 4നെ 10 പ്രാവശ്യം കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇതുവരെയാണ് 10 ടൈംസ് അല്ലേ. 4 10 തവണ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് 4നെ 10 ടൈംസ് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര ആയിരിക്കും? 4 × 10 40 അല്ലേ? ആൻസർ കിട്ടിയല്ലോ. ഇനി 2 തവണയും കൂടി 4നെ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര? 4 + 4 8 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 40 കിട്ടി, ഇങ്ങോട്ട് 8 ഉണ്ട്. അപ്പോൾ 48 ആയല്ലോ. അപ്പോൾ വേഗം നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ടു ഫൈൻഡ് 4 × 12. ഇത് മൊത്തത്തിൽ 4 12 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യണം. അതിന് ആൻസർ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും എളുപ്പം എന്താണ്? വാട്ട് ഷുഡ് ബി ആഡ് ടു 4 മൾട്ടിപ്ലൈഡ് ബൈ 2? ഇവിടെ നമ്മൾ 4 2 തവണ കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെയോ 4 10 ടൈംസും കൗണ്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 4 × 2 ദാറ്റ് ഈസ് 4 2 ടൈംസ്. അതിൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ ഇനി 4 10 തവണയുണ്ട്. ആ 10 തവണയുള്ളത് ആഡ് ചെയ്താൽ പോരെ? 4 × 2 എന്ന് പറഞ്ഞാൽ 4 2 ടൈംസ് ആണ്. അതിൻ്റെ കൂടെ ഇനി എത്ര ആഡ് ചെയ്യണം? 4 10 തവണ കൗണ്ട് ചെയ്യണം. ദാറ്റ് ഈസ് 4 × 10. അതാണ് ഇവിടെ ആൻസർ വരുന്നത്, 4 × 10. നമ്മളിവിടെ 12നെ 10 + 2 ആയി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 4നെ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 2, 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 40 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 4 × 10 ചെയ്തില്ല, അതിൻ്റെ നേരെ തിരിച്ചും ചോദിക്കാം. ഇവിടെ ടു ഫൈൻഡ് 4 × 12. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 4 മൾട്ടിപ്ലൈഡ് ബൈ 10? നേരത്തെ 4 മൾട്ടിപ്ലൈഡ് ബൈ 2 ആണ് ചോദിച്ചല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10 ആഡ് ചെയ്തു, 10 മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ 4 മൾട്ടിപ്ലൈ ബൈ 10 ഇവിടെ 10ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ 12നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ 10 + 2 കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് 4 × 10 ചെയ്തു. ഇനി എത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരിക? 4 × 2 ചെയ്താൽ പോരെ? അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരിക, 4 × 2 8. ഇനി വരാൻ സാധ്യതയുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്. 4 × 4 = 16. 4 × 5 = 20. How can you find 4 × 9 without actual multiplication and in only one step? 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 4 × 5 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഹൗ ക്യാൻ യു ഫൈൻഡ്? നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും 4 × 9? 4 × 9ൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ ആൻസർ കണ്ടെത്തണം എന്ന് പറഞ്ഞത്. ഈ തന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ കണ്ടെത്താൻ. ആൻഡ് ഇൻ ഓൺലി വൺ സ്റ്റെപ്പ്, ഒരൊറ്റ സ്റ്റെപ്പിൽ. അപ്പോൾ ഇവിടെ 4 × 4 = 16. 4 × 4 ദാറ്റ് ഈസ് 4 ടൈംസ് ആഡ് ചെയ്യണം. 4 × 5 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര 4 ഉണ്ട്? ഇവിടെ 4 ടൈംസ് ഉണ്ട്, ഇവിടെ 5 ടൈംസ്, ടോട്ടൽ 9 4 വരുന്നില്ലേ? അപ്പോൾ 4 9 ടൈംസ് ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് 4 × 9. ഇവിടെ 4 4 തവണ ആഡ് ചെയ്യണം. ഇവിടെ 4 5 തവണ ആഡ് ചെയ്യണം. മൊത്തത്തിൽ 4 9 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ 4 × 9 ഉണ്ട്. അപ്പോൾ നമുക്ക് തന്ന ആൻസേഴ്സ് 4 × 4 16ഉം 4 × 5 20 ആണ്. ഇത് വെച്ചിട്ട് 4 × 9ൻ്റെ ആൻസർ കണ്ടെത്തണം. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? ഇത് ടോട്ടൽ 9 4 ഉണ്ടല്ലേ. നമുക്കറിയാം 4 × 4 16 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 × 5 20 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? 4 × 4 16ഉം ഇവിടെ 4 × 5 20 ആണ്. അപ്പോൾ 16ഉം ഈ 20 കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 4 × 9ൻ്റെ ആൻസർ കിട്ടും. ഇവിടെ ആൻസർ ഉണ്ട് 16ഉം ഈ 20 കൂടി ആഡ് ചെയ്യുക, പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടും.
അത് തന്നെയാണ് 4 ഇൻറ്റു 9ൻ്റെ ആൻസർ വരിക. ഇതാണ് ഒരു ഓൺലി വൺ സ്റ്റെപ്പ് പറയുന്നത്. 16 + 20 മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇവിടെ അഡീഷനാണ് ചെയ്തത്. നമ്മോട് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ 4 ടേബിൾ വെച്ചുള്ള ഒരു എക്സാമ്പിൾസ് കൊടുത്താണ്. എക്സാമിന് ഇതിനൊക്കെ വേറെ നമ്പേഴ്സ് ആയിരിക്കും ചോദിക്കുക. 17 ഇൻറ്റു 4 അല്ലെങ്കിൽ 17 ഇൻറ്റു 5, അല്ലെങ്കിൽ നമുക്ക് 18 ഇൻറ്റു 2 ആവാം, 18 ഇൻറ്റു 6 ആവാം. അപ്പോൾ അങ്ങനെ നമ്പേഴ്സ് മാറി തരും, പക്ഷെ മെത്തേഡൊക്കെ സെയിം ആണ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ.